നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വിശദമായ വാർത്തകൾ. പറവണ്ണ ബീച്ച് റോഡരികിൽ പുലിയെ കണ്ടതായി പ്രദേശവാസികൾ. ശനിയാഴ്ച രാത്രി 10:30 സംഭവം. കാൽപാദത്തിൻ്റെ ചിത്രം വനം വകുപ്പിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്നാണ് പുലിയല്ലെന്ന് സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച രാത്രി 10:30 പറവണ്ണ ബീച്ച് റോഡിനരികെ വാടക വീട്ടിലേക്കുള്ള വഴിയിൽ പ്രദേശവാസി പുലിയെ കണ്ടതായി പറയുന്നത്. കാൽപാദത്തിന്റെ ചിത്രങ്ങൾ ഫോണിൽ പകർത്തി വനം വകുപ്പിന് അയക്കുകയും തുടർന്നാണ് പുലിയല്ലെന്ന സ്ഥിരീകരണവുമായി വനം വകുപ്പ് എത്തിയത്. അതേസമയം പടിഞ്ഞാറക്കര ഉല്ലാസ് നഗറിൽ കണ്ട പുലിയെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല. വെട്ടന്യൂസ് പറവണ്ണ. കെണിയൊരുക്കി 4 ദിവസം പിന്നിട്ടിട്ടും പുലിയെ പിടികൂടാൻ കഴിയാതെ വന്നതോടെ പുതിയ പുലിക്കൂട് സ്ഥാപിച്ച് വനം വകുപ്പ്. പടിഞ്ഞാറക്കര ഉല്ലാസ് നഗറിൽ പുലിയെ കണ്ടെത്തിയ സ്ഥലത്താണ് മറ്റൊരു പുലിക്കൂട് കൂടി സ്ഥാപിച്ചത്. 4 ദിവസവും കൂട്ടിലാടിനെയാണ് ഇരയാക്കിയിട്ടുള്ളത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് പുതിയ പുലിക്കൂട് വെച്ചത്. ആദ്യം വെച്ച കൂടും പുതുതായി വെച്ച കൂടും തമ്മിൽ ഏകദേശം 100 മീറ്റർ അകലമാണ് ഉള്ളത്. നിലമ്പൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എ നാരായണൻ, RRT നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസർ ബിജു, റിസർവ് പോലീസ് ഡെപ്യൂട്ടി റേഞ്ചർ രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ പുലിക്കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. വെട്ടന്യൂസ് പുറത്തൂർ. വെട്ടം പഞ്ചായത്ത് വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. 2000 പേർ പങ്കെടുത്ത മത്സരത്തിൽ 200 പേർ ശരിയുത്തരമെഴുതി. വെട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം നടത്തി. പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലയിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസർ EP ക്ലാസ് എടുത്തു. മെമ്പർമാരായ ഷിജു നായർ വീട്ടിൽ, അബ്ദുള്ളക്കുട്ടി, HI സുഷാദേവി, പ്രൊഫസർ ഹരിനാരായണൻ, ഷൈനി എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ VT മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് നഴ്സ് സൂപ്പർവൈസർ മിനി MR നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെട്ടം. മന്ത്രിമാരായ വി അബ്ദുറഹിമാൻ, PA മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറത്ത് നടന്ന പെരിന്തൽമണ്ണ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 470 പരാതികൾ. നേരത്തെ ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ലഭിച്ച 307 പരാതികളും പുതുതായി ലഭിച്ച 163 പരാതികളുമാണ് അദാലത്തിൻ്റെ ഭാഗമായി വന്നത്. പരാതിക്കാരെ നേരിട്ട് കേട്ടാണ് 152 പരാതികൾക്ക് മന്ത്രിമാർ തീർപ്പുണ്ടാക്കിയത്.
29 കുടുംബങ്ങളുടെ APL റേഷൻ കാർഡുകൾ BPL ആക്കി മാറ്റി. തീർപ്പാകാത്ത പരാതികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധിച്ച് തീരുമാനമെടുത്ത് പരാതിക്കാരെ അറിയിക്കാൻ മന്ത്രിമാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അങ്ങാടിപ്പുറം കല്യാണി കല്യാണ മണ്ഡപത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ MLA-മാരായ നജീബ് കാന്തപുരം, മഞ്ഞളംകുഴി അലി, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ കളക്ടർ VR വിനോദ്, സബ് കളക്ടർ അപൂർവ ത്രിപാഠി എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് മലപ്പുറം. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ ഏരിയ കമ്മിറ്റി ചെയർമാനും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ OK ബേബിശങ്കർ, അംഗങ്ങൾ സർവശ്രീ ശശിധരൻ ക്ലാരി, പവിത്രൻ, R. അജയകുമാർ, KN ഉദയൻ, രാജേഷ് K, പ്രിയദർശിനി EK എന്നിവരാണ് ചുമതലയേറ്റത്. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രമോദ് കുമാർ KK ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കമ്മീഷണർ TC ബിജു, മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ K. സുധാകുമാരി, മുൻ ബോർഡംഗം TN ശിവശങ്കരൻ, തിരുനാവായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K. പരമേശ്വരൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ഹരികൃഷ്ണൻ എന്നിവർ ആശംസയർപ്പിച്ചു. ഡിവിഷനിലെ ക്ഷേത്ര ഭാരവാഹികൾ, ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് തിരുനാവായ. താനൂർ ശോഭപ്പറമ്പ് കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കലങ്കരി ഉത്സവം കൊടിയേറി. കല്ലൂർ മനയിൽ അനിയൻ നമ്പൂതിരിപ്പാടിയുടെ സാന്നിധ്യത്തിൽ കൃഷ്ണജിത്ത് നമ്പൂതിരിയും ക്ഷേത്രം ആവേൻ രാജീവും ചേർന്നാണ് കൊടിയേറ്റിയത്. ശോഭപ്പറമ്പ് കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കലങ്കരി ഉത്സവത്തിന് കൊടിയേറി. പ്രസിഡന്റ് വേണു കാഞ്ഞിരിശ്ശേരി, സെക്രട്ടറി ഉണ്ണി ആട്ടിരിക്കൽ, ഊരാളൻ OK രവിമേനോൻ, CK സുന്ദരൻ, T. അശോകൻ, സജീവൻ മുനമ്പത്ത്, ഷാജി മാട്ടുമൽ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയ തലമുറയിലെ അമ്മമാർ തോറ്റംപാട്ടോടുകൂടിയ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. മുണ്ടിയാളത്തിൽ ഇമ്പിച്ചിയമ്മ താനൂർ, മഠത്തിൽ കല്യാണിയമ്മ എന്നിവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് താനൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.